നമസ്കാരം ആത്മബന്ധുക്കളെ. ഞാൻ പ്രത്യേകമായി ഈ വീഡിയോ ചെയ്യാൻ കാരണം ശ്രീ VM സുധീരനെയും മുഖ്യമന്ത്രി VD സതീശൻ അവർകളെയും എങ്ങനെയെങ്കിലും ഒന്ന് അകറ്റി കിട്ടണം. അങ്ങനെ വിചാരിക്കുന്ന ചില കുൽസിത ബുദ്ധികൾ VM സുധീരനെ സദാ ആക്ഷേപിച്ചും അപമാനിച്ചും അപഹസിച്ചും യശോഭംഗം വരുത്തിയുമൊക്കെ എങ്ങനെയെങ്കിലും തകർക്കാൻ ശ്രമിക്കുക. അത് ചിലവാകില്ല എന്ന് തോന്നിയപ്പോൾ VM സുധീരൻ പറയുന്ന തരത്തിൽ ഒരു വീഡിയോ VD സതീശനെ ആക്ഷേപിക്കുന്നതായി ആരോ പുറത്തുവിട്ടിരുന്നല്ലോ. അതും കൂടി കണ്ടപ്പോൾ ഇതിൽ പ്രതികരിക്കാതെ പറ്റില്ല എന്ന് തോന്നി. യഥാർത്ഥത്തിൽ എന്താണ് VM സുധീരൻ അവർ ചെയ്യുന്ന തെറ്റെന്ന് ചിലർ മനസ്സിലാക്കുന്നില്ല. അവർ പറയുന്നത് അടങ്ങിയിരുന്നോളൂ, വയസ്സായില്ലേ, VD സതീശൻ ഭരിക്കട്ടെ, ഉമ്മൻചാണ്ടിയെ ചതിച്ചതുപോലെ സതീശനെയും ചതിക്കരുത്, കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം, ഭരണം ഇവിടെ നിലനിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഭരണം നിലനിൽക്കണം എന്ന് ശരിയാണ്, കോൺഗ്രസ് നിലനിൽക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ കോൺഗ്രസ് നിലനിന്ന് ഒരു സൽഭരണം നിലനിൽക്കണമെന്നാണ് കോൺഗ്രസ്സുകാർ പറയേണ്ടത്. എങ്ങനെയെങ്കിലും ഭരിച്ചാൽ പോരല്ലോ. ആ ഭരണത്തിന്, ആ നായകന് ഒരു വലിയ ജനസ്വാധീനം ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം ചിലതുകൂടി സ്വീകരിച്ചേ പറ്റൂ. ചിലതുകൂടി അദ്ദേഹം സ്വീകരിക്കുന്ന കൈക്കൊള്ളുന്ന നടപടികളിൽ ഒന്നും സുധീരനെ ആക്ഷേപിച്ചിട്ടില്ലല്ലോ. സുധീരൻ്റെ വാചകത്തിൻ്റെ അർത്ഥം VD സതീശനിൽ അല്പം കൂടി ഗാന്ധി ഉണ്ടാകണമെന്നുള്ളതാണ്. VD സതീശൻ ജനപ്രിയനായിരിക്കുന്നു. VD സതീശനെ സ്നേഹിച്ച ആളുകളൊന്നും അദ്ദേഹത്തിനെ വെറുക്കാനിട വന്നിട്ടില്ല. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ VD സതീശൻ ചില കാര്യങ്ങൾ കൂടി സ്വീകരിക്കണമെന്നല്ലേ സുധീരൻ അവർ പറഞ്ഞിട്ടുള്ളൂ. വില കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നതിലൂടെ, വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നതിലൂടെ വില കൂടിയ, വീര്യം കൂടിയ VD സതീശനും കേരള സർക്കാരും അപമാനിതമാകരുത് എന്നാണ് VM സുധീരൻ്റെ ലക്ഷ്യം. മാത്രമല്ല VD സതീശനും UDFും കോൺഗ്രസുമൊക്കെ എന്താണ് ജനങ്ങൾക്ക് നൽകിയ, ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച മദ്യവിരുദ്ധ പ്രതീക്ഷ, അതിന് ഭംഗമേൽക്കരുത് എന്നാണ് സുധീരൻ്റെ ആഗ്രഹം. അത് അന്യായമാണോ? തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് മധുരമായ വാഗ്ദാനങ്ങൾ നൽകി അവരെ ആകർഷിക്കുക, ഇലക്ഷൻ കഴിഞ്ഞാൽ അതിന് വിരുദ്ധമെന്ന് തോന്നുന്ന മട്ടിലുള്ള നയപരിപാടികൾ ആവിഷ്കരിക്കുക, ഇത് ജനങ്ങൾ അകന്നു പോകാൻ ഇടയുള്ള വസ്തുതയല്ലേ? വെറും കുറേ മദ്യ താൽപരന്മാരുടെ ഭരണമാണോ കേരളത്തിൽ വേണ്ടത്? വെറും കുറേ മദ്യ നിരോധനക്കാരുടെ വോട്ട് കൊണ്ടല്ല VD സതീശൻ ജയിച്ചത്. വെറും കുറേ മദ്യപന്മാരുടെയോ മദ്യ അനുകൂലികളുടെയും വോട്ട് കൊണ്ടുമല്ല. മദ്യപന്മാരും മദ്യ അനുകൂലികളും കേൾക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന് എന്നത് ചെയ്യുമെന്ന് VD സതീശൻ അവർകളും UDFും കോൺഗ്രസും പറഞ്ഞത്. അതുകൊണ്ട് ആ പറഞ്ഞ വാക്കിന് മാറ്റം വരരുത് എന്നുള്ളതാണ് VM സുധീരൻ്റെ ഇംഗിതം. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാടിനും പാർട്ടിക്കും മുന്നണിക്കും കോൺഗ്രസിനുമൊക്കെ ശ്രേയസ്കരമായിരുന്നു. അതിൽ വീഴ്ച വന്നാൽ തകരാറാണ്, അപമാനമാണ്, യശസ് നശിക്കും. അതുകൊണ്ടാണ് VM സുധീരൻ ഇടപെട്ടത്. വീര്യം കുറഞ്ഞ മദ്യവും വില കുറഞ്ഞ മദ്യവും ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ വീര്യം കൂടിയ മുഖ്യമന്ത്രിയും വില കൂടിയ മന്ത്രിസഭയും അപമാനിക്കപ്പെടുകയാണ്. അതിൽ ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. കാരണം ഈ UDFിൻ്റെ പ്രധാന, കോൺഗ്രസ് കഴിഞ്ഞാലുള്ള രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗ്, അതിൻ്റെ നേതാവ് പാണക്കാട് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വില കുറഞ്ഞതും വില കൂടിയതും ഒന്നുമല്ല, ഒരു തരം മദ്യവും വേണ്ട. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളുടെ ഓപ്പറേഷൻ തൂഫാൻ്റെ അംബാസഡറായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ വെറും ലഹരി വസ്തുക്കൾ എന്ന് പറയുന്ന മദ്യം ഒഴിച്ചുള്ള വസ്തുക്കൾ മാത്രമാണ് തൽക്കാലമെങ്കിലും. സമഗ്ര ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായിരിക്കും തങ്ങളുടെ പ്രവർത്തനം എന്ന് ഞങ്ങൾക്കറിയാം. അതല്ല വിഷയം. ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചതുപോലെ, ഉമ്മൻചാണ്ടിയെ തകർത്തതുപോലെ, ഉമ്മൻചാണ്ടിയെ സത്യത്തിൽ VM സുധീരനാണോ തകർത്തത്? ഉമ്മൻചാണ്ടിയുടെ തകർച്ചയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ VM സുധീരനെ ഇന്ന് ആക്ഷേപിക്കുന്ന ആളുകൾ എന്തു ചെയ്തു? ആലോചിക്കണം നിങ്ങൾ. എന്തായിരുന്നു VM സുധീരനും അതുപോലെ ഉമ്മൻചാണ്ടിയും തമ്മിലൊരു പിണക്കമുണ്ട് എന്ന് ആരോപിക്കാനുള്ള സാഹചര്യം? അങ്ങനെ ഒരു പിണക്കമുണ്ടായിരുന്നു.
418 അൺക്വാളിഫൈഡ് ബാറുകൾ അടച്ചുപൂട്ടണമെന്ന് CAG-യുടെ റിപ്പോർട്ട് വന്നു, നിർദ്ദേശം വന്നു. അത് അടച്ചുപൂട്ടാൻ ഗവൺമെൻറ് മുൻകൈയെടുത്തില്ല. അങ്ങനെ വീണ്ടും വീണ്ടും സമ്മർദ്ദമേറി. ഞങ്ങളൊക്കെ ആവശ്യത്തിന് തിരുവനന്തപുരത്ത് സത്യാഗ്രഹമിരുന്നു. അവസാനം CAG-യുടെ നിർദ്ദേശം പാലിക്കണമെന്നും പറഞ്ഞ് കോടതിയിൽ ചിലർ പോയി. കോടതി ഇടപെട്ട് പറഞ്ഞു, CAG പറഞ്ഞ 418 ബാറുകളും അടച്ചുപൂട്ടണം. ഉമ്മൻചാണ്ടിക്ക് നിവൃത്തിയില്ല. 418 ബാറുകൾ മാത്രം അടച്ചാൽ മതിയോ? അപ്പോൾ ഉമ്മൻചാണ്ടി കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചുകൂടല്ലോ. ഉമ്മൻചാണ്ടി 418 അല്ല, മുഴുവൻ ബാറുകൾ അടയ്ക്കാൻ ഉത്തരവിട്ടു. അന്ന് ചില അബ്കാരികൾ കോടതിയിൽ പോയി ചോദിച്ചു, 418 ബാറുകൾക്ക് അയോഗ്യതയുണ്ടെങ്കിൽ ബാക്കിയൊക്കെ എന്തിനടയ്ക്കണം? കോടതി പറഞ്ഞു, അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്, അതിൽ കോടതി ഇടപെടുന്നില്ല. അങ്ങനെയല്ലേ മുഴുവൻ ബാറുകൾ അടച്ചത്? ഇതിൽ സുധീറിനെ ആക്ഷേപിക്കാനുള്ള ന്യായം എന്താണ്? CAG-യുടെ റിപ്പോർട്ട് സുധീറിന് ഉണ്ടാക്കിയതാണോ? CAG ആരാണെന്നൊക്കെ അറിയുന്നവർക്കേ ഇത് മനസ്സിലാവുകയുള്ളൂ. എന്തും വിളിച്ചു പറയുന്ന ആർക്കും ഇതൊരു പ്രശ്നമല്ല. ആലോചിക്കണം, അതായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രശ്നമുണ്ടാക്കി സുധീറിനെന്ന് അനാവശ്യമായി ചില വർണ്ണപ്പകിട്ടോടുകൂടി പറയാനുണ്ടായ കാരണം. പിന്നെ ഉമ്മൻചാണ്ടിയുടെ എല്ലാ മദ്യവിരുദ്ധ നയങ്ങൾക്കും സുധീറിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടിയെ സുധീരൻ ചിലത് നിർബന്ധിച്ചു പറയുന്നതിൽ എന്തർത്ഥം? സുധീരൻ ഒരു മദ്യവിരുദ്ധനായ ഗാന്ധിയനാണ്, ഗാന്ധിമാർഗിയായ കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് ഗാന്ധിജി അല്പം ഉള്ളതുകൊണ്ട് മദ്യത്തെ നിയന്ത്രിക്കണമെന്ന് സുധീറിന് തോന്നുന്നു. കേരളത്തിലെ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ നായകത്വ പദവി വരെ അപ്രഖ്യാപിതമായി സ്വീകരിച്ച ആളാണ് സുധീരൻ. സുധീരൻ എന്തു ചെയ്തു? പിണറായി നാട് നിറച്ചും ബാറുണ്ടാക്കുമ്പോൾ എന്നൊക്കെ ചോദിച്ചില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങൾ? പിണറായി വിജയൻ ആദ്യം അധികാരത്തിൽ വന്ന ഉടനെ ചെയ്തത് ഉമ്മൻചാണ്ടി പുനഃസ്ഥാപിച്ചു തന്ന നായനാർ ഫണ്ട് അബ്കാരി മുതലാളികൾക്ക് വേണ്ടി അട്ടിമറിച്ച തദ്ദേശ ഭരണകൂടങ്ങളുടെ മദ്യനിയന്ത്രണ അധികാരം പുനഃസ്ഥാപിച്ചതാണ്. അത് 953 ദിവസം കേരള മദ്യനിരോധന സമിതി മലപ്പുറത്ത് നടത്തിയ അനിശ്ചിതകാല സത്യാഗ്രഹത്തിൻ്റെ അന്ത്യത്തിൽ VM സുധീരൻ അവർകളും കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി സഹകരിച്ചുകൊണ്ടാണ്, ET മുഹമ്മദ് ബഷീറും ഉണ്ടായിരുന്നു, അവരൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടി പുനഃസ്ഥാപിച്ചത്. അത് അബ്കാരികൾക്കെതിരായിരുന്നു നിയമം. അതുകൊണ്ട് എല്ലായിടത്തും മദ്യഷാപ്പുകൾ സ്ഥാപിക്കാൻ പാർട്ടിയും അബ്കാരികളും വിചാരിച്ച പോലെ മദ്യഷാപ്പുകൾ സ്ഥാപിക്കാൻ CPM-ഉം LDF-ഉം ആ നിയമത്തെ റദ്ദാക്കിച്ചു KT ജലീൽ അവർകളെ കൊണ്ട്. അതിനുശേഷം ബാറുകളുടെ ഘോഷയാത്രയായി. ആ കാര്യത്തിൽ സുധീരൻ പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ നേതാവായി നിന്നുകൊണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപഭോഗവും കുറച്ചു കൊണ്ടുവന്ന് പടിപടിയായി കുറച്ചു കൊണ്ടുവന്ന് നാടിനെ ലഹരിമുക്തമാക്കുമെന്ന് പറഞ്ഞ ആളുകളാണ് നാട്ടുകാർക്ക് മദ്യം നിരോധിക്കാനുണ്ടായിരുന്ന അധികാരം റദ്ദ് ചെയ്തത്. ആ കാര്യത്തിൽ സുധീരൻ പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സുധീരൻ എന്തു ചെയ്തു? 8,000 ആളുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് സുധീരനാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു സത്യാഗ്രഹ ജാഥ നയിച്ചത്. അത് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ ബാനറിലായിരുന്നു. അന്ന് അതിൻ്റെ ജനറൽ കൺവീനറാണ് ഞാൻ. ജോഷുവ മാർ ഇഗ്നാത്യോസ് പിതാവാണ് അതിൻ്റെ ചെയർമാൻ. പക്ഷേ സുധീരനായിരുന്നു അതിൻ്റെ ബുദ്ധി. ആ 8,000-ലധികം ആളുള്ള ജാഥ സെക്രട്ടേറിയറ്റ് ഗേറ്റിലെത്തി സുധീരൻ്റെ അതിഗംഭീരമായ ഉദ്ഘാടന പ്രസംഗം നടന്നു. എല്ലാവരും പ്രസംഗിച്ചു. ആ സത്യാഗ്രഹം പിരിയുമ്പോഴേക്ക് അവിടെ പോലീസും ക്യാമറയും ജലപീരങ്കിയൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഒരു കൂട്ടം KSU യൂത്ത് കോൺഗ്രസ് 16 ആളുകൾ വന്ന് അവിടെ മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങൾ പിരിഞ്ഞു പോരുകയാണ്. ഗോപിനാഥൻ നായർ വരാൻ വൈകി. അദ്ദേഹം വരുന്നു, ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ KSU യൂത്ത് കോൺഗ്രസ് ആളുകളുണ്ട്. ഉടനെ ജലപീരങ്കി വന്ന് വെള്ളമടിച്ചു ഗോപിനാഥൻ നായരെ കുളിപ്പിച്ചു. ഞങ്ങൾ പിരിഞ്ഞുപോയി. ഞങ്ങൾ ആനിമേഷൻ സെൻറ്ററിൽ യോഗം ചേർന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാളെ പത്രത്തിൽ വരിക ഗോപിനാഥൻ നായരുടെ മേൽ വർണ്ണജലം തെറിപ്പിച്ചു എന്നായിരുന്നു. അത് തന്നെ പത്രത്തിൽ വന്നു. പത്രക്കാരും ബാക്കി ചാനലുകാരും ഞങ്ങളുടെ പരിപാടി അങ്ങ് തമസ്കരിച്ചു. ഈ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും വേഷത്തിൽ കുറച്ച് ആളുകൾ അവിടെ വന്നത് അട്ടിമറിയാണെന്ന് ഞങ്ങൾക്കറിയാം എന്നതിൽ പിന്നെ സുധീരൻ എഴുത്തുകളിലൂടെയാണ് മുഖ്യമന്ത്രിയോട് പ്രതികരിച്ചു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 10 കൊല്ലം കൊണ്ട് 8 നീണ്ട കത്ത് മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട് സുധീർ. മിക്ക പത്രങ്ങളും പൂർണ്ണമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
പഞ്ചായത്തിൻ്റെ അധികാരം അട്ടിമറിച്ചപ്പോൾ, അതുപോലെ KSRTC ഡിപ്പോകൾ മദ്യം കൊടുക്കാമെന്ന് നിയമം ഉണ്ടാക്കിയപ്പോൾ, ഡ്രൈ ഡേ പിൻവലിച്ചപ്പോൾ, ബാറിൻ്റെ സമയം വർദ്ധിപ്പിച്ചപ്പോൾ, അതുപോലെ ദൂരപരിധി നിയമം കുറച്ചു കൊണ്ടുവന്നപ്പോൾ, അത് ഒരൊറ്റ മദ്യ മുതലാളിക്ക് വേണ്ടിയാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി അത് ചെയ്തത്. ആർക്ക്? രവിപ്പിള്ളയ്ക്ക് വേണ്ടി. കോഴിക്കോട്ട് കാന്തപുരം ഉസ്താദിൻ്റെ എഡ്യൂക്കേഷൻ കോംപ്ലക്സിൻ്റെ റിലീജിയസ് കോംപ്ലക്സിൻ്റെ ഒക്കെ അടുത്ത് 50 മീറ്ററിനുള്ളിൽ ഒരു 5 സ്റ്റാർ ബാർ സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് അട്ടിമറി നടത്തിയത്. ആ കാര്യത്തിലൊക്കെ സുധീരൻ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിച്ചിട്ടുണ്ട്. പാൻ മസാല അതൊക്കെ നിരോധിച്ച ഉമ്മൻചാണ്ടിയുടെ നിരോധനം എവിടെയായിരുന്നു? അതൊക്കെ അട്ടിമറിക്കപ്പെട്ടില്ലേ? മാത്രമല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കള്ളവാറ്റ് പിടിക്കുന്ന കാര്യത്തിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഓർഡർ എന്താ? അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് വാറ്റ് പിടിക്കാൻ പോകേണ്ടതില്ല, ജനങ്ങൾക്ക് വിവരം കൊടുത്ത് പോയാൽ മതി എന്ന്. ഇതൊക്കെ സുധീറിനല്ലാണ്ട് വേറെ ആരും എതിർത്തുവോ? പിന്നെ സുധീറിനെ കൊണ്ട് പറയുന്നു, ഉമ്മൻചാണ്ടിയെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ സുധീറിനെ ആക്ഷേപിക്കുന്നവർ എന്തു ചെയ്തു? ഉമ്മൻചാണ്ടിയെയും വഴിതെറ്റിയ ഒരു സ്ത്രീയെയും വെച്ചുകൊണ്ട് വലിയ ഹോർഡിങ്സും 16 വലുപ്പത്തിലുള്ള ബോർഡും നാട്ടുകവലയിലടക്കം CPM സ്ഥാപിച്ചപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു? ദേശാഭിമാനി ദൃക്സാക്ഷിയെ പോലെ ഒരു ലേഖനം എഴുതിയപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു? ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി വിധേയയായപ്പോൾ ആ ദുഃഖത്തിൽ എത്ര പേർ പങ്കെടുത്തു? അവരെ ആശ്വസിപ്പിക്കാൻ എത്ര പേരുണ്ടായി? അവരുടെ ആ വ്രണിതഹൃദയത്തിൻ്റെ ഒരു വിലാപം പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നതല്ലേ? എന്തായിരുന്നു നിങ്ങളുടെ പങ്ക്? ഉമ്മൻചാണ്ടിയെയും ആ സ്ത്രീയെയും വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ അവമാനിക്കുമ്പോൾ കോടതി പറഞ്ഞതെന്താണ്? ആ സ്ത്രീയെപ്പറ്റി വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഈ സ്ത്രീ എന്ന്. തലേ ദിവസം എൻ്റെ പിതൃതുല്യനാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുക, പിറ്റേന്ന് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു ലൈംഗികമായി എന്ന് പറയും. അപ്പോഴാ കോടതി ആ സ്ത്രീയുടെ ചിത്രം വെച്ച് ഉമ്മൻചാണ്ടിയെ മാനം കെടുത്തിയപ്പോൾ എത്ര പേർക്ക് സാധിച്ചു തെറ്റാണെന്ന് പറയാൻ? മറ്റൊരു പാർട്ടിയാണെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ആരെങ്കിലും ഇങ്ങനെ അപമാനിച്ചെങ്കിൽ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ജാഥയാണ് റോഡുമിലുണ്ടാവുക. നിങ്ങൾ എന്ത് ചെയ്തു? എന്നിട്ട് ഇപ്പോൾ സുധീറിനെ ആക്ഷേപിക്കും. ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിൽ സുധീറിനില്ലായിരുന്നെങ്കിൽ VD സതീശൻ ഇങ്ങനെ മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കുമായിരുന്നു. കാരണം ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത്? ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാകണമോ, അല്ല പാർട്ടി തിരഞ്ഞെടുക്കുന്ന ആളാകണമോ? ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന ആൾ, ജനങ്ങളുടെ ഇംഗിതം അംഗീകരിക്കുന്ന ആളാകണമോ, അല്ല MLA മാരും പാർട്ടിയും തീരുമാനിക്കുന്ന ആളാകണമോ? ഹൈക്കമാൻഡ് ഒരു പൊതിക്കാത്ത തേങ്ങ കിട്ടിയ കളി കളിച്ചില്ലേ കുറേ ദിവസം? അവസാനം ഹൈക്കമാൻഡ് എങ്ങനെ പ്രശ്നം പരിഹരിച്ചു? VM സുധീറിനെ ഡൽഹിക്ക് വിളിപ്പിച്ചു, ആന്റണിയുടെ അഭിപ്രായം ചോദിച്ചു. മുരളീധരനും VM സുധീറിന് അനുകൂലമായി പ്രതികരിച്ചു, മുല്ലപ്പള്ളിയൊക്കെ. ഇന്നിങ്ങനെ VM സുധീറിനെ ആക്ഷേപിക്കുന്നവരെയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പിറകിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരെയോ ഒന്നല്ലല്ലോ വിളിച്ചത്. VM സുധീറിനെ വിളിപ്പിച്ചു. VM സുധീറിൻ്റെ വാക്ക് അത്ര വിശ്വസനീയമാണ്, അത്ര ആധികാരികമാണ്, അത്ര ധാർമ്മികമാണ് എന്നുള്ളത് കൊണ്ടാണ് വിളിച്ചത്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ VM സുധീരൻ ചെയ്ത കാര്യം അറിയോ? 2015 ഡിസംബർ 15 സുപ്രീം കോടതിയോട് ഒരു വിധി വന്നത്. ദേശീയ സംസ്ഥാന പാതയോര മദ്യശാലകൾ 15 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന്. അല്ലെങ്കിൽ കോട്ടലക്ഷ്യമാകും. നീക്കം ചെയ്യപ്പെട്ടു. പക്ഷേ നമ്മുടെ കേരള ഗവൺമെൻറ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപഭോഗം കുറയ്ക്കുമെന്ന് പറഞ്ഞ കേരള ഗവൺമെൻറ്റിന് ഒന്നാം തരം ചാൻസായിരുന്നു. 1438 അബ്കാരി സ്ഥാപനങ്ങൾ ദേശീയ സംസ്ഥാന പാതയോരത്ത് അടച്ചുപൂട്ടേണ്ടി വന്നു. ഈ അബ്കാരി മുതലാളികളൊക്കെ കോടതിയിൽ പോയി. മാഹിയിൽ നിന്നൊരു സംഘം പോയി. അവർ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിലല്ലല്ലോ മാഹി. സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിലുമാണല്ലോ. കേരളം മാഹി ഇന്ത്യയിലല്ലേ? ഇന്ത്യയിൽ എല്ലായിടത്തും ഈ നിയമം ബാധകമാണ്. നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ ഒരു അബ്കാരി സ്ഥാപനവും പാടില്ല. അവർ മടങ്ങിപ്പോന്നു. പിന്നീട് സുപ്രീം കോടതി കേസ് എടുത്തു. കേസ് 37 അഭിഭാഷകന്മാർ അബ്കാരി മുതലാളിമാർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായി. തകർത്ത വാദപ്രതിവാദം. അവസാനം സുപ്രീം കോടതി ചോദിച്ചു, എതിർവാദത്തിന് ആരുമില്ലേ? ഉണ്ട്, ഞാനുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ എഴുന്നേറ്റുന്നു. അതൊരു മലയാളിയായിരുന്നു, VM സുധീറിൻ്റെ അഭിഭാഷകനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊന്നും 37 ആളുകളുടെ വാദങ്ങൾക്ക് മുമ്പിൽ വിലപ്പോയില്ലല്ലോ. കേരള ജനതയുടെ ലക്ഷക്കണക്കിൽ ഉറുപ്പിയെടുത്തുകൊണ്ടാണ് കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ അബ്കാരികൾക്ക് വേണ്ടി വാദം നടത്തിയത്. അന്ന് എതിർക്കാൻ സുധീരനെ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് സുധീരൻ അപ്പീൽ പെറ്റീഷൻ ഫയൽ ചെയ്യുക. അമേരിക്കയിൽ നിന്നൊരു പെറ്റീഷൻ ഫയൽ ചെയ്യണേ അതിൻ്റെ സാങ്കേതിക സാമ്പത്തിക പ്രയാസങ്ങൾ അറിയാമോ നിങ്ങൾക്കൊക്കെ? അതൊക്കെ മറികടന്നുകൊണ്ട് സുധീരൻ ഒറ്റക്കാണ് കേസ് നടത്തുന്നത്. 37 പ്രാവശ്യം നമ്മുടെ സുപ്രീം കോടതി സുധീരൻ്റെ കേസ് മാറ്റിവെച്ചു. പിണറായി വിജയൻ്റെ അബ്കാരി നയ അട്ടിമറികൾക്കെതിരെയുള്ള VM സുധീരൻ്റെ കേസ് 37 തവണ സുപ്രീം കോടതി മാറ്റിവെച്ചു. 38ാമത്തെ തവണ ഇതുവരെ എടുത്തതായി എൻ്റെ ഓർമ്മയിലില്ല. ഇതൊക്കെയാണ് VM സുധീരൻ ചെയ്തത്. ഇനി ചോദിക്കട്ടെ, ഗാന്ധി വേണ്ടേ കോൺഗ്രസിൽ? ഗാന്ധിയുടെ ഒരു സ്പർശനവും വേണ്ടേ? മദ്യനിരോധനം ഗാന്ധിയുടെ ഒരു ദർശനത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യക്ക് എങ്ങനെ സ്വാതന്ത്ര്യം നേടാം, സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയെ എങ്ങനെ നിലനിർത്താം, അതിനാണ് ഗാന്ധിജി 18-ന് കർമ്മപരിപാടി ഉണ്ടാക്കിയത്. സുധീരനെ ആക്ഷേപിക്കുന്നവർക്ക് ഈ കഥയൊന്നും അറിയില്ല, പഠിക്കണം. നിങ്ങളുടെ പിറകിലുള്ള നേതാക്കന്മാരോട് ചോദിച്ചു പഠിക്കണം. 18-ന് കർമ്മപരിപാടിയിൽ മുഖ്യമായിരുന്നു വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം. അതിനാണ് സർവധർമ്മ സമഭാവന സിദ്ധാന്തം ഗാന്ധിജി കൊണ്ടുവന്നത്. രണ്ടാമത്തേത് ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. അതിനാണ് അസ്പൃശ്യത നിവാരണത്തിനാണ് ഐത്തോച്ചാടനം കൊണ്ടുവന്നത്. മൂന്നാമത്തേതെങ്കിലും മുഖ്യമാണ് മദ്യനിരോധനം. ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നു കണ്ട് പഠിച്ച ആളാണ്. തൻ്റെ ആചാര്യനായ ഗോഖലെയോട് പറഞ്ഞതാണ്, ഞാൻ കണ്ടു പഠിച്ചു. പഠിച്ചതിൽ ഒന്ന് മനസ്സിലാക്കി, ഇന്ത്യയുടെ സർവനാശത്തിനും കാരണം, ജനതയുടെ ക്ഷാമത്തിന് കാരണം, ക്ഷേമമില്ലായ്മയ്ക്ക് കാരണം, അനഭിവൃദ്ധിയുടെ കാരണം ഇതൊക്കെ മദ്യവും മറ്റു ലഹരികൾ. അതുകൊണ്ടാണ് സമ്പൂർണ്ണ മദ്യനിരോധനം ഗാന്ധി ആവശ്യപ്പെട്ടത്. കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ ഇതില്ലായിരുന്നു, മെമ്പർഷിപ്പിൽ പ്രതിജ്ഞയില്ലായിരുന്നു. അതാരാണ് അട്ടിമറിച്ചതെന്ന് ഈ പറയുന്ന ആളുകൾക്ക് അറിയാമോ? ചോദിക്കണം നിങ്ങളുടെ നേതാക്കന്മാരോട്, പിറകിലുള്ള നേതാക്കന്മാർ. ആരാണ്, ഏത് കാലത്താണ് ഇത് അട്ടിമറിക്കപ്പെട്ടത്? അതിനും VM സുധീരനെതിരായിരുന്നു. അറിയുമോ നിങ്ങൾ? VM സുധീരൻ തൻ്റെ വിയോജനക്കുറിപ്പ് പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഗാന്ധി, ഇപ്പം നമ്മുടെ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതോട് കോൺഗ്രസ്സുകാർക്ക് ഒരു ആവേശമുണ്ടായില്ലേ? ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യ നടന്നപ്പോൾ ആ ലോങ് മാർച്ചിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും വന്നപ്പോൾ ആ ആദർശം, ആ ആവേശം ദ്വിഗുണീഭവിച്ചില്ലേ, ശതഗുണീഭവിച്ചില്ലേ? പക്ഷേ അറിയേണ്ടതുണ്ട്, മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ കൂടി വേണം കോൺഗ്രസ് നിലനിൽക്കണമെങ്കിൽ. അതുകൊണ്ട് സുധീരനെ ആക്ഷേപിക്കുന്ന തലമുറയോട് പറയട്ടെ, സുധീരൻ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കത്തിപ്പടരുമ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പം ധീര വീര വീര സുധീര, ധീരതയോടെ നയിച്ചോളൂ എന്ന് ഇങ്ങ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വരെ അന്ന് ഈ സന്താനങ്ങളുടെ ഭാഗ്യം കൈവന്നിട്ടുണ്ടാവില്ല. അത്രയും പഴയ കാലമാണ്. സുധീരൻ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഇന്ത്യയിൽ ആകർഷണത്തിൻ്റെ കഥാപാത്രമാകുമ്പോൾ, കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സുധീരൻ വെട്ടിത്തിളങ്ങുമ്പോൾ നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല മക്കളെ. അതുകൊണ്ട് ഒരാളെ ആക്ഷേപിക്കുന്നൊരു അതിര് വേണം. ഏതെല്ലാം ഒരിക്കൽ നിങ്ങളൊരു ഊമക്കത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്, 10,000-കണക്കിന് കോപ്പികൾ, ഒരു അനോണിമസ് ലെറ്റർ. അതിൽ സുധീരനെതിരെ പ്രയോഗിച്ച ഭാഷകളുണ്ടല്ലോ. അക്ഷരജ്ഞാനമുള്ളവനോ കുടുംബ പാരമ്പര്യ മഹിമയുള്ളവനോ പറ്റാത്ത ഭാഷയായിരുന്നു. അതൊക്കെ അവഗണിച്ചതാ. തുല്യനിന്ദ സ്തുതിർ മൗനി എന്ന് പറഞ്ഞതുപോലെ സുധീരനൊന്നും പ്രശ്നമല്ല. സുധീരനെ ന്യായീകരിക്കാനല്ല, സത്യവും ധർമ്മവും പ്രവർത്തിക്കുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന അധാർമിക ശക്തികൾക്കെതിരെ വിരൽ ചൂണ്ടിയില്ലെങ്കിൽ ആ അധർമ്മത്തിന് നമ്മളും കൂട്ടുനിൽക്കുകയാണെന്ന് വരും. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് മാറ്റി ചിന്തിക്കണം. സുധീരൻ കേരള രാഷ്ട്രീയത്തിന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ ശ്രദ്ധാബിന്ദുവാണ്. സുധീരൻ ആവശ്യമാണ്. സുധീരൻ്റെ ദർശനം ഇന്ന് സംഗതമാണ്. അത് മഹാത്മാഗാന്ധിയുടെ ദർശനത്തിൻ്റെ സ്പർശമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സുധീരനെ ആക്ഷേപിച്ച് നിങ്ങളൊക്കെ ദൈവത്തോട് മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ജഗത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അസ്സലാമു അലൈക്കും. പ്രൈസ് ദി ലോർഡ്. നമസ്കാരം.